ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ്. രാവിലെ തന്നെ ഒരു മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മൺകലത്തിൽ തന്നെ ഇവിടെ വേവിക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ സവാളയും പച്ചമുളക്, തക്കാളി ഇതൊക്കെ അരിഞ്ഞ് വാട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിന് നന്നായിട്ട് തക്കാളി ഉടഞ്ഞ് കഴിയുമ്പോൾ പൊടികളൊക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറുകി വരുമ്പോൾ മുട്ടയിട്ട് കൊടുക്കും. ഈസി ആയിട്ടുള്ള മുട്ടക്കറിയാണ്. അപ്പോൾ ഞാൻ ഈ മുട്ടക്കറി ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മോൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. മൂത്ത ബ്രദറിൻ്റെ മോൻ വന്നിട്ടുണ്ട്. അവൻ വന്നിട്ട് 2 ദിവസമായി, വെക്കേഷനാണല്ലോ. അപ്പോൾ അവൻ പറയുന്നുണ്ട് അവന് ഇങ്ങനത്തെ മുട്ടക്കറി വേണ്ടായിരുന്നു. അവന് മുട്ടക്കറി, ഞാനിവിടെ മുട്ട കുത്തി ഒഴിച്ച് മുട്ടക്കറി വയ്ക്കാറുണ്ട്, അതാ കൂടുതൽ ഇഷ്ടം അവനിക്ക്. അപ്പോൾ അത് മതിയായിരുന്നു എന്ന് അവനിങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഇന്നിങ്ങനെ പോട്ടെ, അടുത്ത ദിവസം നമുക്ക് അങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ച് വിട്ടിട്ടുണ്ട്. അപ്പം ഞാനിന്ന് അപ്പം ആണ് ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കണത്. അപ്പോൾ അപ്പം ഉണ്ടാക്കണത് നമ്മുടെ ഓപ്പൺ കിച്ചൺ കണ്ടിട്ട് നമുക്ക് പുറത്തൊരു അടുപ്പുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കൊരു തോന്നൽ അവിടെ തീ കത്തിക്കണമെന്ന്. അപ്പോൾ ഞാനിപ്പോൾ അവിടെയാണ് അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ വിറകടുപ്പിൽ വെച്ചിട്ട് ഈ അപ്പം ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തന്നെയല്ല, ഇതുകൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. ഒന്നാമത് നമ്മുടെ ഈ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വിറകിൻ്റെ അടിയിൽ വെച്ചിട്ട് ആ ചട്ടിക്ക് ചൂട് കിട്ടണത്, ചട്ടിയുടെ അടി കരിച്ചെടുക്കണത് നല്ലതാണ്. കാരണം നമ്മൾ സ്ഥിരം ഇതിങ്ങനെ ഗ്യാസിൽ വെക്കുമ്പോൾ ഇതിൻ്റെ അടി ഇങ്ങനെ ഒരു തരം തുരുമ്പിൻ്റെ കളറായിട്ടുണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് നമ്മളിങ്ങനെ വിറകടുപ്പിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അടി നല്ല കറുത്ത് കിട്ടും. ചട്ടിയുടെ ഈട് കൂടാനും അത് നല്ലതാണ്. പിന്നെ ഇവിടെയാണെങ്കിൽ ഇപ്പോൾ നല്ല വെയിലാണ്, 2-3 ദിവസമായിട്ട് ഭയങ്കര വെയിലാണ്. അപ്പോൾ മുറ്റത്തിന് ചുറ്റും ഇഷ്ടം പോലെ വിറക് ഇങ്ങനെ ഉണങ്ങി കരിഞ്ഞ് ചെതലൊക്കെ ഇട്ട് കിടക്കുക കേട്ടോ. അപ്പോൾ ഈ പുറത്ത് ഇങ്ങനെ കത്തിക്കുകയാണെങ്കിൽ അതെല്ലാം കത്തിപ്പോവുകയും ചെയ്തോളും, പരിസരവും ക്ലീനായി കിട്ടും. അതുകൊണ്ട് ഒരു ഗുണം. പിന്നെയാണെങ്കിൽ നമുക്ക് ഗ്യാസും ലാഭിക്കാം. അപ്പോൾ അങ്ങനെ പല പല ഗുണങ്ങളാണ് ഇവിടെ തീ കത്തിക്കുകയാണെങ്കിൽ. പക്ഷേ ഇവിടെ വേനൽക്കാലത്ത് മാത്രമാണ് ഈ മുറ്റത്ത് തീ കത്തിക്കാൻ പറ്റുള്ളൂ. കാരണം ഇതിന് മേച്ചിലില്ല. അപ്പോൾ ഇത് ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ അടുപ്പിൽ കപ്പലോടും കേട്ടോ, അത്ര വെള്ളമായിരിക്കും. അപ്പോൾ വേനൽക്കാലത്ത് മാത്രമാണ് അവിടെ പുറത്ത് കത്തിക്കാറുള്ളൂ. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം ചൂടാക്കാനൊക്കെ ആയിട്ട് അങ്ങനെ പെട്ടെന്നുള്ള കാര്യങ്ങൾക്കൊക്കെ അവിടെ കത്തിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പമൊക്കെ മുറ്റത്ത് തന്നെ ചുട്ടെടുത്തു. അപ്പവും മുട്ടക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അപ്പം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ അടുപ്പിൽ നല്ല വിറകുണ്ടല്ലോ, നല്ല കനലും ഉണ്ടായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അവിടേക്ക് ഉച്ചക്കത്തേക്ക് ചോറിനുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിളയ്ക്കുമ്പോൾ അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ജയയുടെ അരി ഇരിപ്പുണ്ട്. അരിക്കാണെങ്കിൽ ഭയങ്കര വേവാണ്. അപ്പോൾ നമ്മളിത് റൈസ് കുക്കറിലൊക്കെ ഇറക്കി വെച്ചിട്ട് ഉച്ചയ്ക്കൊക്കെ എടുക്കുമ്പോൾ പാകത്തിന് വേവായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. രാത്രി ആകുമ്പോഴത്തേനും അത് എണീറ്റ് വരും കേട്ടോ, കല്ല് പോലെയാവും. അപ്പോൾ അത് ഈ മുറ്റത്ത് വേവിക്കുകയാണെങ്കിൽ അത് സമയം എടുത്ത് അവിടെ ഇരുന്ന് വെന്തോളൂല്ലോ, നമുക്ക് ടെൻഷനില്ല. വേവുമ്പോൾ നമുക്ക് വടിച്ചിട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അപ്പോൾ അരി പുറത്ത് തന്നെയാട്ടോ വേവിക്കണത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് തിളയ്ക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൂടെ അടുപ്പിൻ്റെ ചുവട്ടിൽ പോയി നോക്കണം എന്നില്ല. അത് പിന്നെ അവിടെ ഇരുന്ന് സമയം എടുത്ത് വേവായിക്കോളും. അപ്പോൾ തിളയ്ക്കണ വരെ നമ്മൾ തീ കത്തിച്ചുകൊണ്ട് അടുത്ത് തന്നെ ഉണ്ടാവണം. അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ടാട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കണത്. കാരണം നമുക്ക് സ്കൂളിൽ പഠിത്തമൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇങ്ങനെ ഒരുപാട് സമയം പോകും ഈ വിറകടുപ്പ് കത്തിക്കാനായിട്ട്. അപ്പോൾ നമുക്കങ്ങനെ നോക്കി നിൽക്കാനും കത്തിച്ചുകൊണ്ടിരിക്കാനൊന്നും ഭയങ്കര ടൈം എടുക്കും. അപ്പോൾ ഇപ്പോൾ നല്ല റിലാക്സ് ചെയ്തിട്ടുള്ള ജോലിയാണല്ലോ, പതിയെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഇങ്ങനെ പുറത്ത് തീ കത്തിക്കണതൊക്കെ നല്ല ആസ്വദിച്ചാണ് കേട്ടോ ചെയ്യണത്. അങ്ങനെ ടെൻഷനില്ലാതെ കത്തിച്ചാലാണ് തീയും കത്തുള്ളൂ, അല്ലെങ്കിൽ തീയും കത്തൂല. അപ്പോൾ ഇന്ന് കറി വയ്ക്കാനായിട്ട് കിട്ടിയേക്കണത് ചെമ്മീനാണ്. അപ്പോൾ ഈ ചെമ്മീനാണെങ്കിൽ നല്ല വാലുകൾ ഇട്ട്, അപ്പോൾ അതിലൊക്കെ കുറച്ച് നേരം ആട്ടി ഒക്കെ നോക്കിയതാണ്. കുട്ടികളും നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരെ കാണിക്കാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്തത്. അങ്ങനെ പിന്നെ പോയി മീനൊക്കെ ക്ലീൻ ആക്കിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെമ്മീൻ ഫ്രൈ മതി. അപ്പം ഞാൻ കൂടുതലത് ഫ്രൈ ചെയ്യാനായിട്ട് മാറ്റി വെച്ചു. അപ്പോഴത്തേനും നല്ല ചൂടാണല്ലോ. കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയത് ഫ്രിഡ്ജിലുണ്ടായി. എന്നാൽ അവരൊക്കെ കളിച്ചാകെ ടയേർഡായിട്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവർക്കതൊക്കെ ക്ലീനാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനത് പാത്രത്തിലാക്കി അവർക്ക് കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് ഒന്നും കഴിച്ചിട്ടൊന്നും അങ്ങോട്ടൊന്നും ആയില്ല കേട്ടോ, ഭയങ്കര ചൂട്. പിന്നെ ഞാനൊരു നാരങ്ങ വെള്ളം കലക്കി കുടിച്ചേ പിന്നെയാണ് ഒരു സമാധാനമായത്. ഭയങ്കര നല്ല പുകച്ചിലുണ്ട് ഇപ്പോൾ വെയിലിന്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കറി വയ്ക്കാനായിട്ട് പോവാണ്. അപ്പോൾ കുറച്ച് മാങ്ങ ഉണ്ടായി. ഇപ്പോൾ മാങ്ങയൊക്കെ എല്ലാ സീസണിലും വാങ്ങാൻ കിട്ടും കേട്ടോ, പക്ഷേ കുറച്ച് വില അധികമാണെന്നുള്ളൂ. അപ്പോൾ ഞാൻ മാങ്ങ വാങ്ങിയതുണ്ടായി. അപ്പോൾ മാങ്ങയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞ് പാത്രത്തിൽ ചട്ടിയിലിട്ടിട്ടുണ്ട്.
പിന്നെ അതിലേക്ക് ഈ ചെമ്മീൻ്റെ കുറച്ച് തലഭാഗം ഞാൻ എടുത്തിട്ടുണ്ടായി. അത് നമുക്ക് കറിക്ക് നല്ല ഫ്രഷ് ചെമ്മീനാണെങ്കിൽ അങ്ങനെ എടുത്താൽ നല്ലതാണ്. ഒരുപാട് എടുക്കരുത്, ഒരു പിടിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ കറിയിലേക്ക് അതിങ്ങനെ തിളച്ചിറങ്ങുമ്പോൾ നല്ല ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ ആ കറിക്ക്. അപ്പോൾ കുറച്ച് ചെമ്മീനും കുറച്ച് തലയും കൂടി ഇട്ടിട്ട് ഈ തക്കാളി മാങ്ങയൊക്കെ ഇട്ടിട്ടൊരു ചാറ് കറി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വന്ന് നോക്കുമ്പോൾ ചോറൊക്കെ നല്ല റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഇനി ചോറ് വാർത്തിടാം. അങ്ങനെ ചോറ് റെഡിയാക്കി. പിന്നെ ഇനി കറി താളിച്ചൊഴിച്ചാൽ മതി, നന്നായിട്ട് തിളച്ച് വരുമ്പോൾ. അപ്പോൾ ഈ കഷ്ണങ്ങൾ, തക്കാളിയുടെ കഷ്ണങ്ങൾ ഈ കറി വേവായി വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ തക്കാളി ഇട്ട് കൊടുത്തത്. പിന്നെ ഇനി ഇതിലേക്ക് ഉലുവയും ഉള്ളി അരിഞ്ഞതും വേപ്പിലയും കൂടി താളിച്ചൊഴിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ കറിയൊക്കെ സെറ്റായിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫ്രൈ ചെയ്യാനുള്ള ചെമ്മീൻ ഞാൻ അപ്പുറത്ത് ഫ്രൈ ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉച്ചയ്ക്കത്തേക്ക് മാത്രമാണ് ഇപ്പോൾ ഫ്രൈ ചെയ്യണുള്ളൂ, പിന്നത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കത്തെ ജോലികളൊക്കെ ഒതുങ്ങാട്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു സമയമായിട്ടുണ്ട് കേട്ടോ. കാരണം ഇന്ന് പുറത്ത് വിറകടുപ്പ് കത്തിച്ചുകൊണ്ട് തന്നെ കുറേ ടൈം അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഒരു രസമാണ്, ഇടയ്ക്ക് അങ്ങനെ നമുക്കും ഒരു ചേഞ്ച് നല്ലതാട്ടോ. അപ്പോൾ ഈ പുറത്ത് കത്തിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ഒരു കസേര കൊണ്ടിട്ടിട്ട് അവിടെ ഇരുന്നിട്ട് അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് കാറ്റൊക്കെ കൊണ്ട്, അകത്ത് നിൽക്കണേലും സുഖമാണ്, പുറത്ത് കാറ്റൊക്കെ കിട്ടും. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്കത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ ചെമ്മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് സവാള അരിഞ്ഞതും കൂടി ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കണ്ട, ഒന്ന് വഴറ്റി ഇങ്ങോട്ട് എടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്ത ചെമ്മീൻ്റെ മുകളിലേക്ക് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെമ്മീൻ്റെ മുകളിലേക്ക് അതൊക്കെ ഇട്ട് കുട്ടികൾക്കൊക്കെ ചോറൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. അങ്ങനെ പിന്നെ ഒന്ന് റിലാക്സൊക്കെ ചെയ്തു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു ചായ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിലർക്ക് പാൽ ചായ വേണ്ട, ചിലർക്ക് പാൽ ചായ വേണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ പിന്നെ കട്ടൻ ചായ അങ്ങോട്ട് ഇട്ടാൽ എല്ലാവരും അത് കുടിച്ചോളൂല്ലോ. അപ്പോൾ അതുകൊണ്ട് കട്ടനാണ് ഉണ്ടാക്കിയത്. അപ്പോൾ മിക്സർ ഉണ്ടായിട്ടോ, അപ്പോൾ അതും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ചായ കൊടുക്കാനായിട്ട് ഞാനതൊക്കെ പാത്രത്തിലാക്കിയതാണ്. അപ്പോൾ ഇന്ന് നല്ല തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു. തിരക്കൊന്നുമില്ല, റിലാക്സ് ചെയ്ത് ജോലികളൊക്കെ ചെയ്തു. അപ്പോൾ സമയം അങ്ങനെ അങ്ങോട്ട് പോയി, അങ്ങനത്തെ തിരക്കാണ്. പക്ഷേ ചെടികളെല്ലാം ഉണങ്ങി കരിഞ്ഞ് നിൽക്കാട്ടോ. മുകളിലുള്ളതെല്ലാം കരിഞ്ഞുണങ്ങിയെന്ന് തന്നെ പറയാം, അത്ര ചൂടാണ്. മുകളിൽ മഴ പെയ്യുമെന്ന് വിചാരിച്ച് ഞാനാണെങ്കിൽ നനച്ചിട്ടുമില്ല. അപ്പോൾ ഇനി നനയ്ക്കാൻ പോകാനാണെങ്കിൽ എനിക്ക് പറ്റണമില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്.